പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക. ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക. ആരുടെയെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ മേഖലയിലെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങയുടെ മക്കളെ പൊതിഞ്ഞ് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നയിക്കുവാമേ. ഇന്നലെ നമ്മൾ റിവിഷൻ ഓഫ് ഫെയ്ത്താണ് കണ്ടത്. ബ്ലാക്ക് ഔട്ട് കാലങ്ങളിൽ വിശ്വാസത്തിന് ഇരുണ്ട രാത്രികളിൽ വിശ്വാസത്തെ റിപ്പയർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെക്നിക്കാണത്. എന്താണ്? റിക്കോൾ ദ പാസ്റ്റ്. അതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇന്ന് നമ്മൾ കാണാൻ പോണത് അതിനെ നമ്മൾ വിളിച്ചത് റിവിഷൻ ഓഫ് ഫെയ്ത്ത് ആണ്. അതായത് പഴയ കാലങ്ങളിലുള്ള പാഠങ്ങളെ അനുസ്മരിക്കുക. അതാണ് റിവിഷൻ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്
റീവാലുവേഷൻ ഓഫ് ഫെയ്ത്താണ്. റീവാലുവേഷനാണ് ശരിക്കും പറഞ്ഞാൽ പുനർനിർണയം. അപ്പോൾ ഈ റീവാലുവേഷൻ ഓഫ് ഫെയ്ത്തിൽ വരണത്, ഇപ്പോൾ വാലുവേഷൻ എന്താ നമുക്കറിയാമല്ലോ. നമ്മൾ പരീക്ഷയിൽ തോറ്റിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്രിമ്മ് ഇപ്പോൾ കട്ട് ഓഫ് മാർക്ക് 60 വിചാരിച്ചോ, അപ്പോൾ ജയിക്കാനുള്ള മാർക്ക് 50 വിചാരിച്ചോ, അല്ലെങ്കിൽ കട്ട് ഓഫ് 50, ജയിക്കാനുള്ള മാർക്ക് 50 വിചാരിച്ചോ. അപ്പോൾ നമുക്ക് 49, 48 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആൾക്കാരെ ഒന്ന് എന്നോട് ചോദിക്കുക, വെച്ചാൽ റീവാലുവേഷന് കൊടുക്കട്ടെ എന്ന് ചോദിക്കും. കാര്യം ബ്രിമ്മിലാണ് നിൽക്കണത്. ചിലപ്പോൾ കൊടുത്താൽ 2 മാർക്ക് 5 മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വീണ്ടും പരീക്ഷ എഴുതണ്ടല്ലോ. അതുകൊണ്ട് റീവാലുവേഷൻ കൊടുക്കട്ടെ. ഇതുപോലെ ഒരു പ്രതിഭാസം വിശ്വാസ ജീവിതത്തിലുണ്ട്. വിശ്വാസത്തിൻ്റെ പുനർമൂല്യനിർണ്ണയം. അതായത് റീവാലുവേഷൻ വരുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എഴുതിപ്പോയ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് കൂട്ടുകയാണല്ല റീവാലുവേഷൻ്റെ ഉദ്ദേശം. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സമയം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ജീവിച്ചു വരുമ്പോൾ, ഇപ്പോൾ നമുക്ക് ദൈവമായിട്ടുള്ള ഇടപെടലേ ഉണ്ടാകുന്ന ഒരു നേട്ടം എന്താണെന്നറിയാമോ? ഈ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ. മനസ്സിലായില്ലേ? പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ. ദൈവത്തിന് അത് ആപ്ലിക്കബിൾ അല്ല. അതാണ് ഇതിൻ്റെ അത് വരുന്നൊരു മെച്ചം. ഇപ്പോൾ വിദേശത്തൊക്കെ പോയി നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു മണിക്കൂറിന് ചിലപ്പോൾ $10 വിലവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഡോളർ ഇവിടെ വരുമ്പോൾ 10,000 രൂപയായിട്ട് മാറും ഒരു മണിക്കൂറിന്. അത് മനസ്സിലായത്. അപ്പോൾ അത് അനുസരിച്ച് വ്യത്യാസം വരുന്ന പോലെ തന്നെയാണ് ഈ ദൈവമായിട്ടുള്ള മൂല്യനിർണ്ണയത്തിൽ വരണത്. പാസ്റ്റ് എന്നുള്ള സംഭവം ദൈവത്തിനില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിന് ഫ്യൂച്ചറും ഇല്ല. എവർ പ്രസൻറ്റാണ് ഉള്ളത്. എവർ പ്രസൻറ്റ് ഉള്ളത് കാരണം ഇപ്പം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ഒരു ചെറിയ ദൈവത്തെ വേണ്ട വിധം മനസ്സിലാകാഞ്ഞത് കൊണ്ടോ, വിശ്വാസത്തിൽ ആഴപ്പെടാഞ്ഞത് കൊണ്ടോ, സാക്ഷി ജീവിതത്തിൽ ചില സമയത്ത് പരിക്കുകളുണ്ടാകും. പരിക്കുകളല്ല, വീക്ക് ടൈം ഉണ്ടാകും. നമുക്കിത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും, അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? അതിനാണ് നമ്മൾ റീവാലുവേഷൻ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. എവിടെയെങ്കിലും മാർക്ക് ഭൂതകാലത്ത് നമ്മൾ ജീവിച്ചപ്പോൾ ദൈവത്തിൻ്റെ കൃപ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ കൃപ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വേഗുല കാലങ്ങളില്ലേ, നമുക്കറിയാമല്ലോ ക്രിസ്ത്യാനിറ്റിയിൽ എപ്പോഴും വരുമ്പോൾ ഈ കുരിശ് കൃപയാക്കുന്ന പ്രോസസ്സാണ് എൻ്റെ അടുത്ത് ഉള്ളത്. കൃപയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണെങ്കിലും നമുക്ക് കൃപ എന്ന് പറഞ്ഞാൽ റെഡി ടു ഈറ്റ് ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പോലെ ഒരു പാക്ഡ് ഫുഡായിട്ട് നമുക്ക് കൃപ കിട്ടത്തില്ല. നമുക്ക് തരുന്നത് കുരിശാണ്. കുരിശിൽ നമ്മൾ തരുന്ന കുരിശിൽ അത് ഭാര്യയിൽ നിന്നാകാം, ഭർത്താവിൽ നിന്നാകാം, നാട്ടുകാരിൽ നിന്നാകാം, എവിടെ നിന്നാകാം, നമുക്ക് തരുന്ന ഒരു കുരിശ് അസംസ്കൃത പദാർത്ഥം അതാണ്. അത് നമ്മൾ ഒരേ സൊല്യൂഷനൊക്കെ ഉപയോഗിച്ച് അത് പ്രിപ്പയർ ചെയ്തെടുത്തിട്ടാണ് അതിൻ്റെ താറ് വേറെ, വെള്ളം വേറെ, ഗ്യാസ് വേറെ ആയിട്ട് കളഞ്ഞിട്ട് ഇത് നമ്മൾ ഇതിൻ്റെ കൃപ ഉൽപ്പാദിപ്പിച്ചെടുക്കണത്. എന്ന് വെച്ചാൽ ഞാൻ എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ജീവിത അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന സൊല്യൂഷൻ എന്താണ്? ഫെയ്ത്ത്, ഹോപ്പ്, ചാരിറ്റി ആൻഡ് സബ്മിഷൻ, ഡെഡിക്കേഷൻ. തിയോളജിക്കൽ വെർച്യൂസ് എന്ന് പറയുമ്പോൾ ഈ 3 വെർച്യൂസിനെ കുറിച്ചാണ് ക്ലാസിക്കലായിട്ട് പഠിക്കണമെങ്കിലും ഏറ്റവും ക്യൂൻ ഓഫ് വെർച്യൂ എന്ന് പറയുന്നത്, ഇപ്പോൾ ക്യൂൻ ഓഫ് പ്രൂഡൻസ്, ക്യൂൻ ഓഫ് വെർച്യൂ പ്രൂഡൻസ് ആണെന്ന് പറയുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ക്യൂൻ ഓഫ് വെർച്യൂ എന്ന് പറയുന്നത് അതിൻ്റെ കിങ്ങാണ്. ക്യൂൻ ഓഫ് വെർച്യൂ പ്രൂഡൻസ് ഇപ്പോൾ അത് തിരുത്താൻ പോകണ്ടേ, കാരണം ദൈവശാസ്ത്രപരമായ ഒരു ഡെവലപ്മെൻറ്റ്സ് ആണത്. പക്ഷെ അതായത് കിങ് ഓഫ് അല്ലെങ്കിൽ ഈ എംപറർ ഓഫ് വെർച്യൂസ് എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാമോ? സമർപ്പണം. അപ്പം വിശ്വാസം, പ്രത്യാശ, സ്നേഹം, സമർപ്പണം. ഇനി നമ്മൾ ഈ കുരിശ് നമുക്ക് തരുമ്പോൾ, കുരിശ് ഒരു ദിവസം ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഒരു കാര്യം ഇല്ലെങ്കിൽ ചിലപ്പോൾ നിൻ്റെ ജീവിത പങ്കാളി ഭർത്താവ് നിൻ്റെ കഴുത്തേക്ക് കയറും. നീയാണെങ്കിൽ നടുവേ മുറിഞ്ഞ് പണി ചെയ്ത ദിവസമായിരിക്കും അത് അന്നായിരിക്കും നീ ഏറ്റവും കൂടുതൽ പണി ചെയ്ത്. നമ്മൾ ചെയ്യുന്ന പല കഷ്ടപ്പാടുകളും മറ്റുള്ളവർ കാണുന്ന ഒരു നിർബന്ധവും ഇല്ല. അവർക്ക് അവരുടെ കാര്യം നടക്കാതെ വരുമ്പോൾ നമ്മുടെ മേക്കെട്ട് കയറിയിരിക്കും. കാര്യം അവർക്ക് വേറെ പല ഫ്രസ്ട്രേഷൻ ഉള്ളതുകൊണ്ട് അത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഔട്ട്ലെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അത് നമ്മൾക്ക് ആൾക്കാർ ഔട്ട്ലെറ്റ് ചെയ്യണം എവിടെ ഇരിക്കും? എഴുതരാൻ അവിടെ അടുത്ത വാദം കൊച്ചാന്ന് പഴമക്കാർ പറയുമ്പോൾ
അവർക്ക് ഏറ്റവും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് അവർ ഔട്ട് ബസ് ചെയ്യും. ചിലപ്പോൾ അമ്മയായിരിക്കും, ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും. അവർക്ക് സ്വാതന്ത്ര്യമുള്ള സ്ഥലത്താണ് കൊണ്ടുവന്ന് അവരുടെ പൊസഷൻസ് എല്ലാം ഡംപ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് അതുപോലെ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടൈം വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഈ റീവാലുവേഷൻ ഓഫ് ഫെയ്ത്ത്, അതായത് വിശ്വാസത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ എവിടെയെങ്കിലും മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ക്രിസ്തു ജീവിതത്തിൽ നമുക്ക് കൃപ കുറഞ്ഞു പോയിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ മൂല്യങ്ങൾ കൂട്ടാൻ പറ്റും. അതുകൊണ്ട് എവിടെയെങ്കിലും വിശ്വാസം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് റിവാലുവേഷൻ ഓഫ് ഫെയ്ത്ത് എന്ന് വെച്ചാൽ പീഡിതകാലത്തെ മേഖലകാലങ്ങളിൽ ഓവർ സ്മാർട്ടായിട്ട്, സ്മാർട്ട്നെസ്സിനേക്കാൾ പവർഫുള്ളായിട്ട് ആ ജോലി ഭംഗിയായിട്ട് ചെയ്യുക, അത് വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ സമർപ്പണമാണ്. ഈ മൂല്യം ഇപ്പം നീ വേഗലകാലത്ത് കൈവരിച്ച സുവിശേഷ മൂല്യമില്ലേ, ഈ മൂല്യം സർപ്ലസ് മൂല്യമാണ്. ഈ സർപ്ലസ് മൂല്യം സഹായിക്കണം എവിടെയാണെന്ന് അറിയാമോ? കഴിഞ്ഞ കാലങ്ങളിൽ നിൻ്റെ ഭൗതകാലത്ത് എവിടെയെങ്കിലും കൃപയുടെ മൂല്യം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ സർപ്ലസ് മൂല്യം കൊണ്ട് ടാലിയാക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഓക്കെ അല്ലേ? താങ്ക് യു. കൃപാസന മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അനിമോൾ മാർട്ടിൻ, എൻ്റെ പപ്പ മാർട്ടിൻ പോൾ. ഞങ്ങൾ കാലടിയിൽ നിന്ന് വരുന്നു. പരിശുദ്ധ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതിലൂടെ ഈശോ പരിശുദ്ധ അമ്മ വഴി തന്ന അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഞാൻ 2023 +2 കഴിഞ്ഞ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി കയറി. 10 മാസത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ആദ്യത്തെ 2 അറ്റംപ്റ്റിൽ തന്നെ ഞാൻ 2 മൊഡ്യൂൾ ക്ലിയർ ചെയ്തു. പിന്നീട് പലവട്ടം എക്സാം എഴുതാൻ ശ്രമിച്ചിട്ടും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയും പപ്പയും വലിയപ്പച്ചനും ഇങ്ങനെ കൃപാസനത്തെ പറ്റിയും ഉടമ്പടിയുടെ കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു തന്നു. അപ്പോഴൊന്നും എനിക്ക് അതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഓൾറെഡി കൃപാസനത്തെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു. അമ്മ 2019 ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് കോവിഡൊക്കെ വന്ന് പിന്നെ അത് പുതുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴൊക്കെ എനിക്ക് കേട്ടിട്ടുണ്ടെങ്കിലും ഇതിലിങ്ങനെ താല്പര്യം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവരിങ്ങനെ പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ സമ്മതിച്ചു. അങ്ങനെ 2024 നവംബർ 24-ാം തീയതി ഞാൻ ആദ്യമായിട്ട് കൃപാസന ഉടമ്പടി എടുത്തു. ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ചു. പിന്നെ ഡിസംബർ 7-ാം തീയതി എനിക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം ഒരു എക്സാം ഡേറ്റ് കിട്ടിയിരുന്നു, 2 മൊഡ്യൂൾ എഴുതാൻ വേണ്ടിയിട്ട്. അന്ന് ഞാൻ പോയി കൃപാസനം നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് തൈലം തേച്ചു. അവിടെ എക്സാം സെൻറ്ററിൽ ഉപ്പ് വിതറി ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. ആദ്യത്തെ 1 മൊഡ്യൂൾ ഞാൻ ക്ലിയർ ചെയ്തു, 3 മൊഡ്യൂൾ അങ്ങനെയായി. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുമ്പോൾ വച്ചിരുന്ന ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ എനിക്ക് 2025 ഏപ്രിലിനുള്ളിൽ ജർമ്മനിക്ക് പോകാൻ പാകത്തിന് എന്തെങ്കിലും ആവാൻ വേണ്ടി ഒരു നിയോഗം വെച്ചിരുന്നു. കാരണം ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് 1 മാസം മുന്നേ പ്രോസസ്സിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് അവർ ഫുൾ മൊഡ്യൂൾ ആവാണ്ട് ഇൻ്റർവ്യൂ തരത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഫെബ്രുവരി മാസത്തേക്ക് അവരൊരു ഇൻ്റർവ്യൂ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കൃപാസനം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ ആ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ഇൻ്റർവ്യൂവിൻ്റെ അന്ന് അവിടെ ഞങ്ങൾക്ക് ഏജൻസിയിലായിരുന്നു ഇൻ്റർവ്യൂ. അവിടെ ഉപ്പ് വിതറി ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സാകാൻ സാധിച്ചു. ഏപ്രിലിൽ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഓഗസ്റ്റ് മാസം അവിടെ കോഴ്സിന് കയറാൻ പാകത്തിന് ഓഫർ ലെറ്റർ വന്നു. പിന്നെ വിസയ്ക്കുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഏജൻറ്റുമാരൊക്കെ ഭയങ്കര പൈസ 60,000 80,000 രൂപയ്ക്ക് പറയണ്ടായിരുന്നത്. അപ്പോൾ മാക്സിമം പൈസ കൊടുക്കാണ്ട് എടുക്കാൻ പാകത്തിന് ഞങ്ങൾ നോക്കിയെങ്കിലും നടന്നില്ല. അങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തു. പക്ഷേ അത് ക്യാൻസലായിപ്പോയി. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഓഗസ്റ്റിൽ ഞങ്ങൾക്ക് എത്താൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ എങ്ങനെ ഏജൻസി പറഞ്ഞു അവർക്ക് ഒരു മെയിൽ അയച്ചിട്ട് എക്സ്റ്റൻഷൻ തരുമോയെന്ന് ഇങ്ങനെ ചോദിച്ചു നോക്കുക. അപ്പോൾ അവർ കിട്ടുകയാണെങ്കിൽ അത്ര സമയം കൂടി നമുക്ക് കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മെയിലൊക്കെ സെറ്റാക്കി ഫോണിൽ തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചെയ്യില്ല ഞാൻ മെയിൽ അയച്ചു. എനിക്ക് അമ്മ അനുഗ്രഹം കൊണ്ട് എനിക്ക് എക്സ്റ്റൻഷൻ കിട്ടി. അപ്പോൾ കുറച്ചുകൂടി സമയം കിട്ടി വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് നോക്കാൻ വേണ്ടി. അതിൻ്റെ കൂടെ തന്നെ ഞാൻ B2 4ാമത്തെ മൊഡ്യൂളും കിട്ടാൻ വേണ്ടിയിട്ട് എക്സാം ഡേറ്റ് ഇങ്ങനെ നോക്കണ്ടായിരുന്നു. പക്ഷേ ഒറ്റ മൊഡ്യൂൾ മാത്രമായതുകൊണ്ട് എക്സാം ഡേറ്റ് കിട്ടാനുണ്ടായിരുന്നില്ല. അതും 1 മൊഡ്യൂൾ മാത്രമായതുകൊണ്ട് തന്നെ ഏജൻസി ഭയങ്കര പൈസ പറയണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജർമ്മനി പോയിട്ട് അത് എഴുതാമെന്നുള്ള മൈൻഡിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പൈസ കൊടുക്കാണ്ട് തന്നെ എക്സാം ഡേറ്റ് ഏജൻറ്റ് ഫീ കൊടുക്കാണ്ട് തന്നെ എനിക്ക് എക്സാം ഡേറ്റ് എടുക്കാനുള്ളൊരു ഓപ്ഷൻ കിട്ടി. അങ്ങനെ എനിക്ക് സെപ്റ്റംബറിലേക്ക് ഒരു എക്സാം ഡേറ്റ് കിട്ടി. ഞാൻ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി അച്ഛൻ ജോസഫ് അച്ഛനെ കണ്ട്
ബ്ലെസ്സിങ് മേടിക്കാൻ വന്നു. അച്ഛൻ കാശ് രൂപം തന്നു, പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഡെയിലി ബ്രെഡൊന്നും അങ്ങനെ ഇടയ്ക്ക് മാത്രമേ കൂടാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഡെയിലി ബ്രെഡ് കൂടിയപ്പോൾ അച്ഛൻ അതിൽ ഇങ്ങനെ 44 എന്നുള്ളൊരു സംഖ്യ ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം ഞാനത് അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. പിന്നെ വൈകുന്നേരം എന്തോ അങ്ങനെ ചുമ്മാ നോക്കിയപ്പോൾ ആ ദിവസം തൊട്ട് 44-ാമത്തെ ദിവസം എൻ്റെ എക്സാം ഡേറ്റ് ആയിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി എക്സാമിന് പോയി. അവിടെ ഉപ്പ് വിതറി തൈലം തേച്ച് പ്രാർത്ഥിച്ച് ഞാൻ എക്സാം എഴുതി. പിറ്റേ ദിവസം തന്നെ റിസൾട്ട് വന്നു. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ആ എക്സാം പാസ്സാവാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ 4 മൊഡ്യൂളും ക്ലിയറായി. പിന്നെ വീണ്ടും വിസയ്ക്കുള്ള അപ്പോയിൻമെൻറ്റിന് വേണ്ടി തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. വീണ്ടും ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി നവംബർ മാസത്തേക്ക്. അതും പൈസ കൊടുത്തെടുത്തു. പക്ഷേ അതും പിന്നെയും ക്യാൻസലായിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ പൈസ കൊടുക്കാണ്ട് നമുക്ക് തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ടെടുക്കാൻ വേണ്ടിയൊരു ഓപ്ഷൻ വന്നു. അങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ടു. നവംബർ മാസത്തേക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഇവിടെ വന്ന് ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ച് കാശ് രൂപം തന്നു. അത് എല്ലാ ദിവസവും ഡോക്യുമെൻറ്റ്സിൽ വെച്ച് കൊന്തയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നവംബറിൽ ഞാൻ കൊണ്ടുപോയി വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് പോയി ഡോക്യുമെൻറ്റ്സ് അവിടെ സബ്മിറ്റ് ചെയ്തു. ഞങ്ങൾ അപ്പോൾ ആ സമയത്ത് വിസയ്ക്ക് നല്ല റിജക്ഷനുള്ള സമയമായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പലരും വെച്ചിട്ട് എല്ലാവർക്കും റിജക്ഷൻ കിട്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കാരണം അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ള പിള്ളേരൊക്കെ വീണ്ടും കയറി വെയിറ്റിംഗ് ലിസ്റ്റിലിട്ടു. എങ്ങാനും അത് റിജക്ഷൻ ആയിക്കഴിഞ്ഞാലോ എന്ന് ഓർത്ത് സമയം പോകണ്ടെന്ന് വെച്ച് അവരത് വെയിറ്റിംഗ് ലിസ്റ്റിലിട്ടു. എന്നോട് ഇടാൻ പറഞ്ഞു, പക്ഷേ ഞാൻ ഇട്ടില്ല. അമ്മയ്ക്ക് തരുന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഡിസംബർ പകുതിക്ക് എനിക്ക് എൻ്റെ വിസ വന്നു. ടിക്കറ്റ് എടുത്തു. ജാനുവരി 15-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവാണ്. എനിക്ക് അമ്മ തന്ന അനുഗ്രഹമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. പിന്നെ മറ്റൊരു സാക്ഷ്യം, എനിക്ക് എൻ്റെ കണ്ണിൻ്റെ തൊട്ടടുത്തായിട്ടൊരു കറുത്ത പാലുണ്ണി പോലെ ഒരു സാധനം കുറേ വർഷമായിട്ടുണ്ടായിരുന്നു. 5-6 വർഷമായിട്ട് അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ജർമ്മനിക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അതായത് ഡോക്ടറിനെ കൊണ്ടേ കാണിച്ച് കളയാം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു, നീ തൈലം തേച്ച് പ്രാർത്ഥിക്കുക, അത് പോവും, അമ്മ അത് മാറ്റിത്തരും എന്ന് പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ തൈലം തേക്കും. ഒരു ദിവസം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അമ്മ ഒരു ചേച്ചിയുടെ സാക്ഷ്യം കേൾക്കണ ഞാൻ കണ്ടു. ഇതേ സംഭവം തന്നെ കണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചാൽ അത് ഭയങ്കര റിസ്ക് ആയിരിക്കും എന്ന് പറഞ്ഞ കാരണം ചെയ്യാണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ തൈലം തേച്ച് പ്രാർത്ഥിച്ചു, അത് പോയി എന്നുള്ള സാക്ഷ്യം ഞാൻ കേട്ടു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ അമ്മ മാറ്റിത്തരും, ഉറപ്പായിട്ട് മാറ്റിത്തരും എന്ന് പറഞ്ഞു. ഞാൻ അന്ന് തൈലം തേച്ചു. പിന്നെ ആ കേസ് വിട്ടുപോയി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ അമ്മ പറഞ്ഞു, ഈ തൈലം തേച്ചില്ലേ, അത് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ തേച്ചു. പിറ്റേ ദിവസം രാത്രി കിടക്കണേക്ക് മുന്നേ തേച്ചു. അതിൻ്റെ പിറ്റേ ദിവസം അതവിടെ ഇല്ല, അത് അവിടെ പോയി. അമ്മ അതെനിക്ക് മാറ്റിത്തന്നു. അതാണ് മറ്റൊരു സാക്ഷ്യം. ഉടമ്പടി എടുത്തത് വഴി എനിക്ക് ഒരുപാട് ആത്മീയമായിട്ട് വളരാനൊക്കെ സാധിച്ചു. ഞാൻ ഉടമ്പടി എടുക്കണേക്ക് മുന്നേ ഒക്കെ അങ്ങനെ പള്ളിയിലൊന്നും പോകത്തില്ലായിരുന്നു. ആകെ ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോവും. പിന്നെ കുമ്പസാരമൊക്കെ ക്രിസ്മസ് ഈസ്റ്ററിന് മാത്രമൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തത് വഴി എനിക്ക് ഒരുപാട് മാറാൻ സാധിച്ചു. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്. കുമ്പസാരമൊക്കെ റെഗുലറായിട്ടുണ്ട്. പിന്നെ കുടുംബ പ്രാർത്ഥനയിൽ നല്ല ഭക്തിയോടെ പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട്. ബൈബിൾ ഞാൻ പുതിയ നിയമം മൊത്തം വായിച്ചു, പഴയ നിയമം റെഗുലറായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് മാറാൻ സാധിച്ചു. പിന്നെ എനിക്ക് നല്ല ദേഷ്യമുള്ള കൂട്ടത്തിലായിരുന്നു. ആരോടും ക്ഷമിക്കത്തൊന്നുമില്ലായിരുന്നു. പക്ഷേ ഞാൻ എപ്പോഴും തൈലം വിമ്മ തേച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പം എനിക്ക് ഒട്ടും ദേഷ്യമില്ല. എല്ലാവരോടും ക്ഷമിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ഉടമ്പടി എടുക്കണേക്ക് മുന്നേ തന്നെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോകാറുണ്ടായിരുന്നു. അവിടെ അമ്മച്ചിമാരെയും കണ്ട് സംസാരിക്കും. അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കും, ഭക്ഷണം വാരി കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ഇവിടെ വരുമ്പോഴൊക്കെ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി വിതരണം ചെയ്യും. പിന്നെ അവിടെയും ഓൾഡ് ഏജ് ഹോമിൽ കൊടുക്കും. അവിടെ അവർക്ക് അമ്മേനെ പറ്റി അറിയാത്തവർക്ക് ഞങ്ങൾ അമ്മേനെ പറ്റി പറഞ്ഞു കൊടുക്കും, പത്രം വായിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞങ്ങളുടെ സാമ്പത്തികം പോലെ അവിടെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഞായറാഴ്ചകളിൽ പൊതിച്ചോറുണ്ടാക്കിയിട്ട് അങ്കമാലി സ്റ്റാൻഡിലും ടൗണിലൊക്കെ ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ പപ്പയ്ക്ക് കൊടുക്കും. എൻ്റെ പേര് മാർട്ടിൻ. ഞാൻ കാലടിയിൽ നിന്ന് പറഞ്ഞു. ഞാൻ 2025 ഈ വർഷം മാർച്ച് മാസം 23-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഇപ്പോൾ 2 പ്രാവശ്യം പുതുക്കി. എൻ്റെ ഉടമ്പടിയിലെ പ്രധാന നിയോഗങ്ങളിൽപ്പെട്ടതായിരുന്നു എൻ്റെ മകളുടെ 4 മൊഡ്യൂളും പാസ്സായിട്ട് ജർമ്മനിയിൽ പഠിക്കാൻ വിടണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ മകൻ്റെ ഒരു വർക്ക് അതുകൊണ്ടായി മകളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് മകളുടെ കാര്യം ഇപ്പോൾ റെഡിയായി. മകളിപ്പോൾ സാക്ഷ്യം പറഞ്ഞു, മാതാവ് അതിനുള്ള അനുഗ്രഹം തന്നു. പിന്നെ
എനിക്ക് പേഴ്സണലായിട്ടും കുറേ അനുഗ്രഹങ്ങളുണ്ടായിട്ടുണ്ട് മാതാവിൽ നിന്ന്. ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ വിശ്വാസത്തിലടുത്ത് ഉറച്ചൊന്നും നിൽക്കണ്ടായിരുന്നില്ല. വിശ്വാസിയാണ് അല്ല ക്രിസ്ത്യാനിയാണെന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു, ബലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം പാടുള്ള എല്ലാ ദിവസങ്ങളിലും ദിവ്യബലിയിൽ പങ്കെടുക്കുകയും കുർബാന സ്വീകരിച്ച് നല്ല രീതിയിൽ ദിവ്യബലിയിൽ പങ്കെടുക്കാറുണ്ട്. അതിനു മുമ്പൊക്കെ ഞാൻ സന്ധ്യാപ്രാർത്ഥനയിൽ പുറത്ത് പോയേക്കാണെങ്കിൽ ഞാൻ വരാൻ വൈകാണെങ്കിൽ അവിടെ പ്രാർത്ഥന ചെല്ലും, ഉണ്ടെങ്കിൽ ഞാൻ പങ്കെടുക്കും. അങ്ങനെയായിരുന്നു. ഇപ്പം ഞാനില്ലാതെ ഒരൊറ്റ ദിവസം പോലും സന്ധ്യാപ്രാർത്ഥന ചെല്ലാറില്ല. അതിന് എൻ്റെ കുടുംബത്തിലെല്ലാവരും ഞങ്ങൾ ഒന്നിച്ച്, ഞങ്ങളിപ്പോൾ 3 ആളുള്ളൂ, എല്ലാവരും ഒന്നിച്ച് എൻ്റെ നല്ല ഭക്തിയോടുകൂടി സന്ധ്യാപ്രാർത്ഥന ചെല്ലാറുണ്ട്. പിന്നെ ബാക്കി എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ആളായിരുന്നു. ഞങ്ങൾക്ക് മൊത്തത്തിൽ അങ്ങനെയുള്ളതാണ്. ഇപ്പോൾ ആരോടും ക്ഷമിക്കാൻ പറ്റില്ല. ദേഷ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഭാര്യയായിട്ടൊക്കെ ദിവസങ്ങളോളം മിണ്ടാതെ നടന്നൊക്കെ കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അതൊക്കെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എന്നോട് എന്തെങ്കിലും ഉദ്ദേശം എനിക്ക് ആരോടെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ എന്നെ ദ്രോഹിച്ചു അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ചു എന്നൊക്കെ തോന്നിയവരോട് എനിക്ക് മനസ്സിൽ ഭയങ്കര വൈരാഗ്യബുദ്ധി പോലെ അത് മാറാത്ത രീതിയിലൊക്കെ അവരെ പറ്റിയൊക്കെ എന്തെങ്കിലുമൊക്കെ കേട്ടാൽ വളരെ സന്തോഷം. അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടായതാണ്, ഉടമ്പടി മൂലം ഉണ്ടായതാണ്. എനിക്ക് ഞാൻ എൻ്റെ കുടുംബവും പാടുന്നിടത്തോളം കാലം ഉടമ്പടിയിൽ ജീവിക്കുകയും മാതാവിൻ്റെ ഭക്തരായി ജീവിക്കാനും സാധിക്കണമെന്ന് ഞാൻ ദിവസം പ്രാർത്ഥിക്കാറുണ്ട്. കാരുണ്യ പ്രവൃത്തികൾ മകൾ പറഞ്ഞ മാതിരി തന്നെ ഞങ്ങൾ പത്രമൊക്കെ ഞങ്ങളിവിടെ വരുന്ന സമയങ്ങളിലൊക്കെ പത്രം എടുത്ത് എല്ലായിടത്തൊക്കെ കൊടുക്കാറുണ്ട്. രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ പോയി കാണാറുണ്ട്. പിന്നെ എൻ്റെ അറിവിലുള്ള രോഗികൾ ആരോടെങ്കിലും ഞാൻ പറയും, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചോ. രാത്രി ഏത് ടൈമിലും ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോകാറ്, അവർക്ക് ചെയ്യാവുന്നവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എങ്കിലും മകൾ പോണ സെൻറ്ററിൽ ഞങ്ങൾ ഭക്ഷണം കൊടുക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഒരു ഞായറാഴ്ചകളിൽ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി അങ്ങനെ പാവപ്പെട്ടവർക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ പറ്റുന്ന രീതിയിലുള്ളൊക്കെ സാമ്പത്തികമായിട്ട് ചുറ്റുന്ന രീതിയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എല്ലാ അനുഗ്രഹങ്ങൾക്കും കാരണം എൻ്റെ മാതാവാണ്. കൃപാസന മാതാവിന് എൻ്റെ 1000 നന്ദി. എനിക്കും എൻ്റെ കുടുംബത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം തിരുവചനം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഈശോയുടെ ഒരു വലിയ വാഗ്ദാനമാണത്. യേശുവിൻ്റെ നാമത്തിൽ നാം എന്തു തന്നെ പിതാവിനോട് ചോദിച്ചാലും അവിടുന്ന് നമുക്ക് നൽകും. യോഹന്നാൻ്റെ 15-ാം സുവിശേഷം പറയുന്നത് തന്നെ 15-ാം അധ്യായം പറയുന്നത് തന്നെയാണ് മുന്തിരിച്ചെടിയും ശാഖകളെക്കുറിച്ചാണ്. ഈശോയോട് ചേർന്ന് നിൽക്കാൻ അവിടുത്തെ ജീവരക്തം നമ്മിലേക്ക് എപ്പോഴും ഒഴുകേണ്ട ആവശ്യകതയെക്കുറിച്ച്, അവിടുത്തെ തായ്തണ്ടിനോട് നാം ചേർന്ന് നിൽക്കേണ്ടതിനെക്കുറിച്ചെല്ലാം ഈശോ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. നമുക്കിപ്പോഴും ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോ പരിശുദ്ധ അമ്മയോട് പറഞ്ഞതാണ്, ഇതാ നിൻ്റെ മകനെന്ന് കുരിശിൽ കിടന്നുകൊണ്ട് അമ്മ പറഞ്ഞപ്പോൾ നമ്മെ ലോകം മുഴുവനെയും എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മ സ്വന്തം മക്കളായി കണ്ട് നമ്മെ പരിഗണിച്ച് നമ്മെ എപ്പോഴും ഈശോയുടെ അടുത്തേക്ക് കൈപിടിച്ച് നടത്തുന്ന ഒരു വലിയ ജീവിതാനുഭവം, വലിയ അത്ഭുതങ്ങൾ, സാക്ഷ്യങ്ങൾ നാം ഉടമ്പടി ജീവിതത്തിലൂടെ എല്ലാ മക്കളുടെയും സാക്ഷ്യങ്ങളിൽ നാം കേൾക്കുകയാണ്. അനുമോൾക്കും അവളുടെ പപ്പ മാർട്ടിനും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ മറ്റൊന്നുമല്ല, അവർ പരിശുദ്ധ അമ്മ കൈപിടിച്ച് നടത്തിയ വലിയ അത്ഭുതങ്ങളെക്കുറിച്ചാണ് ഈ മകനോട് ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നത്. മക്കൾ ഡെയിലി ബ്രെഡിലൂടെ അച്ഛൻ നൽകിയ ആ നമ്പർ വളരെ കൃത്യമായി അവർ ഏറ്റെടുക്കുകയും അതിൻ്റെ പൂർത്തീകരണത്തിനായി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും കാതോർത്തിരിക്കുകയും പരിശുദ്ധ അമ്മ നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി പാലിച്ച് ഈശോയെ സ്നേഹിക്കുവാനുള്ള ഒരു വലിയ ഹൃദയത്തെ ഒരുക്കുകയായിരുന്നു ഈ ഉടമ്പടി എന്ന ഈ പദ്ധതിയിലൂടെ. നമുക്കറിയാം, ഇൻ്റർവ്യൂസ് എല്ലാം ഫ്രീസായ സമയമായിരുന്നാൽ പോലും നമുക്കുള്ള ആ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ നമുക്കുള്ള വിസ ഈശോ നമുക്ക് വേണ്ടി എപ്പോഴും തയ്യാറാക്കി വെച്ചിരിക്കും. നാം എപ്പോഴും അതിനുവേണ്ടി പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ ഒരിക്കലും കൈവിടുകയില്ല എന്ന വലിയ വലിയ സാക്ഷ്യങ്ങളുടെ ഉദാഹരണങ്ങൾ നമുക്ക് യൂട്യൂബിലൂടെ കാണാം. ജനുവരി 15-ന് ഈ മക്കൾ പോവുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ മകൾ വളരെ ഉറച്ച വിശ്വാസത്തിലാണ്, ഞാൻ എവിടെയായിരുന്നാലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കും. അനിമോളുടെ പപ്പ മാർട്ടിൻ പറയുന്നത് അത് തന്നെയാണ്, എൻ്റെ ജീവിതം കാലം മുഴുവൻ ഞങ്ങളുടെ കുടുംബം ഇനി എപ്പോഴും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും, എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും, എല്ലാ അനാരോഗ്യങ്ങളിൽ നിന്നെല്ലാം പരിശുദ്ധ അമ്മ നമ്മെ മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് എപ്പോഴും കാത്തുരക്ഷിക്കുന്ന വലിയ വലിയ ഉദാഹരണങ്ങൾ നമുക്ക് തന്നെയുണ്ട്. നമുക്ക് സങ്കടത്തിലായിരിക്കുന്ന സമയങ്ങളിലെല്ലാം
നമ്മൾ ഇവിടുത്തെ സാക്ഷ്യങ്ങളും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമുക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും. അനിമോൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി. എല്ലാവർക്കും ഈശോ സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബിബി, ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ സിസ്റ്ററാണ് ഐബി. പിന്നെ എൻ്റെ അമ്മ വന്നിട്ടുണ്ട്, ഹസ്ബൻഡ്, കുഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും പ്രിയ തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞാൽ തീരുന്ന ഒരു സാക്ഷിയല്ല. പക്ഷേ ഞങ്ങളെക്കൊണ്ടിപ്പം നന്ദി മാത്രമേ ദൈവത്തോട് പറയാൻ പറ്റുന്നുള്ളൂ, പരിശുദ്ധ അമ്മയോടും. ആദ്യത്തെ സാക്ഷി എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചെന്നല്ല, നടക്കില്ലാത്തൊരു സാക്ഷ്യമാണ്. കാരണം അതിൻ്റെ ഒരു തുടക്കം പറയുവാണെങ്കിൽ, ഒരു 18 വർഷം മുന്നേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനം നഷ്ടപ്പെട്ടു, സ്ഥലം നഷ്ടപ്പെട്ടു. ഇതൊന്നും ഇല്ലാത്ത ഒരാൾക്കാരല്ലായിരുന്നു. വളരെ ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ടുള്ള, എന്താ പറയുക, അത്രയും ബാക്കപ്പുള്ള അപ്പച്ചൻ്റെ അപ്പനൊക്കെ, അവർ 4 സഹോദരങ്ങൾ 20 ഏക്കറിൽ 4 വീടൊക്കെ പണിത് അത്രയും ഫിനാൻഷ്യലി ഒരു രീതിയിലും തകർച്ച സംഭവിക്കില്ലെന്ന് ആരും വിശ്വസിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ അങ്ങനെ ജീവിച്ചിരുന്ന ഒരു കുടുംബം 18 വർഷം മുന്നേ വീട് നഷ്ടപ്പെട്ടു, സ്ഥലം നഷ്ടപ്പെട്ടു. എന്താ പറയുക, പിന്നെ ഞങ്ങൾ 0 ആയി. അധപ്പതനം എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ അധപ്പതനം ഞങ്ങൾ ആരെയും കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോയി. ഞങ്ങൾക്ക് ആ നാട്ടിൽ നിൽക്കാൻ പറ്റില്ലാത്തൊരവസ്ഥ വന്നപ്പം ഞങ്ങൾ ആ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് വന്നു. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന അങ്കമാലിയിലേക്ക് വന്നു. അപ്പം നമുക്ക് എന്താ പറയുക, വിഷമിക്കേണ്ട, ആർക്കും നമ്മളെ അറിയില്ലല്ലോ, ആരും നമ്മളെ കളിയാക്കില്ലല്ലോ എന്ന് ഓർത്തു. അപ്പച്ചനോട് ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് എന്താ പറയുക, ഞങ്ങൾ വാടക വീട്ടിൽ താമസിച്ചു. ഞങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ ഒരു മുറിയുടെ അത്രയും പോലും വലിപ്പമില്ലാത്തൊരു വീട്ടിൽ ഞങ്ങൾ താമസിക്കാൻ തുടങ്ങി. എന്താ പറയുക, ഒന്നും എനിക്കത് പറയാനില്ല. അത്രയും നാണക്കേടാണ് ഞങ്ങളുടെ മനസ്സിൽ. അപമാനം, ബന്ധുക്കളെല്ലാം ഞങ്ങൾ മാറ്റി നിർത്തി നമുക്കൊരു ഫംഗ്ഷന് പോകാൻ പോലും പറ്റില്ല. നമ്മളിങ്ങനെ തരംതിരിച്ച് മാറ്റി നിർത്തുമായിരുന്നു. പിന്നെ അപ്പച്ചനുണ്ടായിരുന്ന ഒരു നിലയും വിലയും, അപ്പച്ചനെ കാണുമ്പോൾ റെസ്പെക്റ്റ് ചെയ്യുന്നവർ നമ്മളെ പുച്ഛിച്ചു. ഒരുപാട് എന്താ പറയുക, പരിഹാസമേറ്റു. അത് നിങ്ങളോട് പറഞ്ഞാൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. അത്രത്തോളം തകർന്ന് ജീവിച്ചു. ഞങ്ങളാകെ അന്നേരം ചെയ്തത് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരുന്നു. ഞങ്ങൾ ദൈവത്തിനും മാതാവിനും സമാധാനം കൊടുത്തിട്ടില്ല ഇത്രയും വർഷം. ഞങ്ങളെ പരീക്ഷിച്ചായിരിക്കും 18 വർഷം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഞങ്ങൾക്കത് സാധിക്കില്ല. പിന്നെ ഞങ്ങൾ പഠിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് ഓരോ കാര്യങ്ങൾ നടന്നു. ഞാൻ പുറത്തു പോയപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നത് നമുക്ക് കടം തീർക്കാനുള്ളതേ ഉള്ളൂ. ഒരു വീട് പണിയാനോ ഒരു സ്ഥലം മേടിക്കാനോ അതൊക്കെ ഇമ്പോസിബിളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ കൊറോണയുടെ ഏറ്റവും ക്രൈസിസ് ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഫസ്റ്റ് ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. 2019 എടുത്തു. അതിൻ്റെ ഞങ്ങളുടെ കഴിഞ്ഞു. സോ അത് കഴിഞ്ഞ് ഞാൻ 22 ഞാനും ഹസ്ബൻഡ് ഒരുമിച്ച് വന്നെടുത്തു. ഞങ്ങളുടെ കുടുംബം എല്ലാം പരിശുദ്ധ അമ്മയോട് 2019 മുതൽ ചേർന്ന് നിന്നു. അമ്മയുടെ മാധ്യസ്ഥത്തിൽ മാത്രം മുന്നോട്ട് ജീവിച്ചു. കൊറോണയുടെ ഏറ്റവും പീക്ക് ലെവലിൽ നിന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ബാങ്ക് ബാലൻസ് ഒന്നുമില്ല. എൻ്റെ അനിയത്തി പുറത്താണ്, എനിക്ക് അന്നേരം ജോലിയില്ല. ഞാൻ കുഞ്ഞായിട്ട് വീട്ടിലുണ്ട്. അനിയനും ഒരു ചെറിയ ജോലിയാണ്, അപ്പച്ചന് ജോലിയില്ല. അങ്ങനത്തെ ഒരു സമയത്ത് ഞങ്ങൾ താമസിക്കുന്ന അങ്കമാലി നമ്മുടെ ഒരു NH ഹൈവേ ആ ഒരു സൈഡാണ്. അവിടെ സ്ഥലത്തിനെന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല വിലയാണ്. ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒന്നുമില്ല. ഞങ്ങൾക്ക് പരിശുദ്ധ 6 സെൻറ്റ് സ്ഥലം, നല്ല വിലയുടെ ഒരു സ്ഥലം മേടിച്ചു തന്നു എന്ന് പറഞ്ഞാൽ 1 രൂപ പോലും ബാധ്യതയില്ലാണ്ട് ഞങ്ങളത് മേടിച്ചു. അതെങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ അറിയത്തില്ല. അത് കഴിഞ്ഞിട്ടും ഞങ്ങളുടെ ഭവനം എന്നൊരു സ്വപ്നം ഇങ്ങനെ നിന്നു. എന്ത് ചെയ്യും, ഭവനം പണിയാൻ പറ്റില്ല, നമുക്ക് അറ്റ്ലീസ്റ്റ് സ്ഥലം ഉണ്ടല്ലോ. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഒരു സ്ഥലം, ഒരു തുള്ളി മണ്ണ് നമുക്കുണ്ടല്ലോ, അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞങ്ങളുടെ ആൾക്കാരൊക്കെ ഇടയ്ക്ക് നാട്ടുകാരൊക്കെ കളിയാക്കും, വീടൊന്നും പണിയണില്ലേ, അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പിലായിരിക്കും ഒരു വർഷത്തെ വീട് ബസ് ഇറങ്ങണേ. പിന്നെ ഞങ്ങൾ ആ വീട് മാറിയിട്ട് അടുത്ത സ്ഥലം, അങ്ങനെ വാടക വീട്ടിൽ താമസിച്ചു. അപ്പോൾ ഭവനം പണിയാൻ പറ്റില്ലെന്ന് വിചാരിച്ച സമയത്ത് ഞങ്ങളുടെ മനസ്സിൽ തോന്നിക്കുവാണ്, നിങ്ങൾ ലോണിന് പോയി ഒന്ന് അപ്ലൈ ചെയ്യാൻ. ഞങ്ങൾ ബാങ്കിലേക്ക് പോവാണ്. ഞങ്ങൾ ബാങ്കിലേക്ക് പോയി ഞങ്ങൾ വിചാരിച്ചിരുന്ന എമൗണ്ട്, ഒരു ചെറിയ എമൗണ്ട്, ഒരു കുഞ്ഞു വീട് പണിയാമെന്നാണ്. ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് ബാങ്കിൽ ചെന്നു. എന്താ പറയുക, അത്ഭുതം എന്ന് പറയട്ടെ, ആദ്യത്തെ തവണ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് ഞങ്ങൾക്ക് ഒരു റിപ്ലൈ ലഭിക്കുവാണ്. ഞങ്ങൾ വിചാരിച്ചിരുന്ന എമൗണ്ടിൻ്റെ ഒരു ഇരട്ടി എമൗണ്ട് അവർ സാങ്ഷനാക്കി തരുവാണ്. അതും എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പരിശുദ്ധ അമ്മയുടെ വെഞ്ചരിച്ച ഉപ്പ് കൊണ്ടുപോയായിരുന്നു. ഞങ്ങളെന്നും സ്ഥലത്തിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പെട്ടെന്ന് ലോണുകളെല്ലാം സാങ്ഷൻ ആവുന്നു. ഫസ്റ്റത്തെ ഗഡു സ്ഥലം കാണിക്കുന്നു. ഒരു നല്ലൊരു എമൗണ്ട് പിറ്റേ ദിവസം ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയാണ്. ഞങ്ങൾക്ക് ഒരിക്കലും സ്വപ്നം കാണാത്ത ഒരു എമൗണ്ട്. അങ്ങനെ ഞങ്ങൾ വീട് പണി മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നു.
മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ആർക്കും അറിയില്ല, ഞങ്ങളുടെ കുടുംബത്തിന് മാത്രമേ അറിയത്തുള്ളൂ. കാരണം എല്ലാവരും നമ്മളെ ഉപേക്ഷിച്ച് ആരും ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ച കാര്യങ്ങളായതുകൊണ്ട് ആരും ഇതിനെപ്പറ്റി അന്വേഷിക്കാറില്ല. ഞങ്ങൾ പറയാനും പോകാറില്ല, കാരണം ആർക്കും വലിയ താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് അതൊക്കെ. അങ്ങനെ ഞങ്ങൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്നു. 8 മാസമായതേ ഉള്ളൂ. അടുത്ത ആഴ്ച ഞങ്ങളുടെ വീടിൻ്റെ പെരകറി താമസമാണ്. 18 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളൊരു വീട്ടിൽ താമസിക്കാൻ പോവുകയാണ്. അതും ഞങ്ങളൊരു ഫസ്റ്റ് ഫ്ലോർ ഒരു നില മാത്രം ആഗ്രഹിച്ചു. പരിശുദ്ധമ്മ അതിൻ്റെ പ്ലാൻ മാറ്റി 2 നിലയാക്കി തന്നു. എന്നിട്ടും ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിലും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു 3rd ഫ്ലോറിൽ ഒരു റൂമും കൂടി ഉണ്ട്. ഞങ്ങളെ എങ്ങനെ ഞങ്ങൾ ജീവിച്ചോ, ഞങ്ങളെ അവിടുന്ന് ദൈവം തകർത്ത് കളഞ്ഞെങ്കിലും അതിനേക്കാൾ ഇരട്ടിയായിട്ട് ഞങ്ങളെ പണിതുയർത്തി പരിശുദ്ധയമ്മ. 8 മാസം കൊണ്ട് ഇങ്ങനെ ഒരു വീട് പണിത് തീരുക എന്ന് പറഞ്ഞാൽ പൈസ ഉള്ളവർക്കത് സാധിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല. ഇപ്പോഴും ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ആ വീടിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ഈ സ്ഥലം. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അവിടെ നിന്ന് നോക്കിയിട്ട് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ വീടിൽ പണി തുടങ്ങിയിട്ട് ഓണത്തിൻ്റെ ഒരാഴ്ച അല്ലാണ്ട് ഒരു ദിവസം പണി മുടങ്ങിയില്ല. എന്താ പറയുക, മഴ രാത്രി മൊത്തം പെയ്താലും ഞങ്ങളുടെ വീട് പണിയാൻ ആൾക്കാർ വരുമ്പോൾ ആ മഴ നിൽക്കും അവിടെ. അങ്ങനെ പരിശുദ്ധ അമ്മ കൂടെ നിന്ന് ഞങ്ങൾക്കത് ആ ഒരു ഭവനത്തെ, ആ ഒരു സ്വപ്നത്തെ ഞങ്ങൾക്ക് നടത്തി തന്നു. അതിന് ഞങ്ങളുടെ ജീവിതം തന്നെ ഇവിടെ സമർപ്പിച്ചിരിക്കുവാണ്. അതിന് നന്ദി പറഞ്ഞാലൊന്നും തീരില്ല. അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യം. ഞങ്ങളുടെ കുടുംബം എല്ലാം നോക്കിയിരുന്ന് ജീവനോടെ ഇതുവരെ നിൽക്കണമെന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു കാര്യം. ഭവനമല്ല ഈ വീട്ടിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. പക്ഷേ ഇത്രയും വർഷം വെയിറ്റ് ചെയ്തിട്ടൊരു കാര്യം സംഭവിക്കുമ്പോൾ അത് ഭയങ്കര വലുതാണ്. നിങ്ങൾക്ക് എത്രമാത്രം അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അത്രമാത്രം വലിയൊരു സന്തോഷത്തിലാണ് ഞങ്ങൾ. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അമ്മ ഇങ്ങനെ വന്നു നിന്ന് നടത്തി തരുവാണ്. രണ്ടാമത്തെ ഏറ്റവും മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയൻ ഒരു സമയം കഴിഞ്ഞപ്പം ഇങ്ങനെ കുറേ പ്രോബ്ലംസ് വന്നപ്പം മാതാവിൻ്റെ അടുത്തുള്ളൊരു വിശ്വാസം കൊണ്ട് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു. മാതാവ് ഇല്ലെന്ന് അവൻ പറയാൻ തുടങ്ങി. ഞങ്ങൾക്കത് ഭയങ്കര ഒരു പെയിനായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഞാൻ ഫസ്റ്റ് ഇവിടെ ഒരു മരിയൻ തപസ് ധ്യാനം കൂടാൻ വന്നു. ആ സമയത്ത് നമുക്കൊരു വെച്ചാൽ അച്ഛനെ കണ്ട് ഒരു മിനിറ്റ് നമുക്ക് ഒരു ആവശ്യം പറയാം, അച്ഛനൊന്ന് ബ്ലെസ് ചെയ്യും. അപ്പം ഞാൻ വന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ എന്നോടൊന്നും പറഞ്ഞില്ല. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മുമ്പിൽ നിന്നൊരു ചേച്ചി ഒരു കാര്യം പറഞ്ഞു. എന്ത് കാര്യം എന്നറിയില്ല. അപ്പോൾ അച്ഛൻ മറുപടി പറഞ്ഞത്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഉടമ്പടി കാശ് രൂപം കടക്കണേൻ്റെ തലേണയുടെ അവിടെ വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അച്ഛൻ പറഞ്ഞു കൊടുത്ത റിപ്ലൈ ഞാൻ കേൾക്കുവാണ്. അപ്പോൾ അച്ഛൻ എന്നോട് മറുപടി പറയാത്ത സ്ഥിതിക്ക് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഇവിടുന്ന് മേടിച്ച ഉടമ്പടി കാശുരൂപമല്ല, സാധാരണ ഒരു വെഞ്ചരിച്ച കാശ് രൂപം എൻ്റെ അനിയൻ്റെ ബെഡ് പയ്യെ കട്ട് ചെയ്ത് അതിനകത്ത് ഞങ്ങൾ തുന്നിച്ചേർത്തു. ഞാനും അമ്മയും കൂടെ വിശ്വാസ പ്രമാണം ചൊല്ലി തുന്നിച്ചേർത്തു. അവൻ മാതാവിനെ അതുപോലെ അവഹേളിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്കൊരു ഭയങ്കര പെയിൻ ആയതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ ചെയ്തു. വിശ്വാസം അത്ഭുതം എന്ന് പറയട്ടെ, പിറ്റേ ദിവസം പോലെ അവൻ ആ ബെഡിൽ കിടക്കാൻ പറ്റണില്ല. അവന് ഇതറിയത്തില്ല, ഈ കാര്യങ്ങൾ അറിയത്തില്ല. ഞങ്ങളപ്പം അമ്മ ആ ബെഡിൽ നിന്ന് അവൻ എണീറ്റ് പോയി. അവൻ അവിടെ കിടക്കണ്ട, അവന് ഭയങ്കര ചൂടാന്ന് പറയുക. അടിയിൽ തീ ഇട്ട പോലെ തോന്നുക, എനിക്കിവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവന് ഹോളിൽ പോയി പായിൽ കിടക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ വെക്കാം. അപ്പോൾ അമ്മ പറഞ്ഞു, ചിലപ്പോൾ അവൻ ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും, സോ അങ്ങനെ വെക്കണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം. എന്താ പറയുക, അതും ഇങ്ങനെ മാറാൻ പറ്റില്ല എന്ന് വിചാരിച്ച കാര്യം 1 മാസത്തിനുള്ളിൽ എൻ്റെ അനിയൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ. ഇപ്പം അവൻ മാതാവിനോട് പറയാണ്ട് അല്ലെങ്കിൽ ഉടമ്പടി കാശ് രൂപം ഇല്ലാണ്ട് എങ്ങും പോവില്ല. അവന് ജോലി കിട്ടി. അങ്ങനെ കുറേ കാര്യങ്ങൾ അവൻ്റെ അതിൽ സംഭവിച്ചു. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ OET. അപ്പം ഞാൻ ഫസ്റ്റ് ആദ്യത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ദുബായിക്ക് പോയി ഫസ്റ്റ് എക്സാം എഴുതി. അപ്പോൾ ഞാൻ മാതാവിനോട് 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും ചോദിച്ചു. കല്യാണം കഴിഞ്ഞ ഉടനെയാണ്, എനിക്ക് ഒന്നില്ലെങ്കിൽ ഒരു പ്രഗ്നൻസി, എനിക്കൊരു കുഞ്ഞിനെ തരണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ OET പാസ്സാക്കി തരണം. അപ്പോൾ ഞാൻ പോയി. അപ്പോൾ ഞാൻ സ്വപ്നത്തിൽ ഇങ്ങനെ കാണുവാണ്. സ്വപ്നത്തെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും നമുക്കത് ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ സ്വപ്നത്തിൽ കാണുവാണ് ഒരു പെൺകുട്ടി, എൻ്റെ മുഖം അതുപോലെ സ്ട്രിപ്പ് പോസിറ്റീവ് കാണിക്കുന്നു, ഇതൊക്കെ കാണുന്നുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ എക്സാം എഴുതി റിസൾട്ട് വന്നപ്പം എനിക്ക് റൈറ്റിങ്ങിന് 20 മാർക്സിന് പോയി. അപ്പോൾ അത് കിട്ടിയില്ല. പിന്നെ എൻ്റെ പ്രഗ്നൻസിയും എന്താ പറയുക ഒന്നും ആയിട്ടില്ല, ഒന്നും തോന്നുന്നില്ല. കാരണം പീരീഡ്സൊക്കെ ഇറഗുലർ ആയിരുന്നു, പുറത്ത് വർക്ക് ചെയ്തതിൻ്റെ ടെൻഷൻ സ്ട്രെസ്സൊക്കെ കാരണം. സോ ആ മാസം ആകാത്തതുകൊണ്ട് നമ്മളിതൊന്നും വിചാരിച്ചല്ലോ, പുറത്ത് നാട്ടിൽ വന്ന് ഗൈനക്കിനെ കാണാം, ഇനി അതിനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാം, നോർമൽ ആവാനുള്ളതെന്നൊക്കെ വിചാരിച്ചു. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണമെന്ന് ചെക്ക് ചെയ്തപ്പം കറക്റ്റ് 2 മാസം ഞാൻ പ്രഗ്നൻ്റാണ്. സംഭവം എന്താ പറയുക, എന്താണോ മാതാവ് കാണിച്ചു തന്നെ അത് തന്നെ ജീവിതത്തിൽ നേരിട്ട് ഞങ്ങൾ അനുഭവിച്ചു. വളരെ നോർമൽ ഡെലിവറി. എന്താ പറയുക, ഹോസ്പിറ്റലിലെ ആൾക്കാർ തന്നെ പറഞ്ഞു ഇത്രയും നോർമലായിട്ട് ഞങ്ങൾ ഈ അടുത്തൊന്നും ഒരു ഡെലിവറി എടുത്ത്. അങ്ങനെ മാതാവിൻ്റെ മാധ്യസ്ഥയിലൂടെ ഇങ്ങനെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കൈവന്നു. അപ്പോൾ ആദ്യത്തെ അങ്ങനെ കിട്ടിയില്ല. പിന്നെ രണ്ടാമത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഹസ്ബൻഡ് ഉടമ്പടി എടുക്കാൻ വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് OETയിൽ റൈറ്റിംഗ് മാത്രമേ പാട് തോന്നുള്ളൂ, ലിസ്ണിങ് റീഡിംഗ് ഒക്കെ ഭയങ്കര ഈസിയാണ്, എപ്പോഴും നല്ല മാർക്ക് കിട്ടുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പഠിക്കാണ്ട് പോയിട്ട് ഒരു ഡേറ്റ് എടുക്കാമെന്ന് വിചാരിച്ച് 2ാമത് ഡേറ്റ് എടുത്തു.
അപ്പോൾ നമ്മുടെ കഴിവ്, എനിക്കൊരു മനസ്സിലൊരു ചെറിയ അഹങ്കാരമൊക്കെ ഉണ്ടാവും, എനിക്ക് കിട്ടും, ലിസ്ണിംഗ് റീഡിങ് എന്നാ തലയും കുത്തി പറഞ്ഞാലും പോവില്ല, എനിക്ക് കിട്ടും എന്ന് ഞാൻ വിചാരിച്ചു. റിസൾട്ട് വരട്ടെ, ഏറ്റവും പാടുള്ളത് കിട്ടി, ഏറ്റവും എളുപ്പമുണ്ടായിരുന്ന ലിസ്ണിങ്ങിൻ്റെ മാർക്ക് പോയി, റീഡിങ്ങും പോയി, നിസ്സാര മാർക്കിന്. അപ്പോൾ എൻ്റെ എന്താ പറയുക, നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ്, അവിടെ അത് ശരിക്കും കണ്ടു. 3ാമത് ഡേറ്റ് എടുത്തു, പ്രത്യേകം ഒരു 20 days ട്രെയിനിങ് ചെയ്തു. പിന്നെ പരിശുദ്ധ അമ്മേനെ വിളിച്ച് പോയി എഴുതി. ആ എക്സാം അത്രമാത്രം ഡിഫിക്കൽട്ടായിരുന്നു. അവിടുത്തെ ഇൻ്റർലൊക്യൂട്ടേഴ്സും എക്സാമിനേഴ്സും ഒക്കെ പറഞ്ഞു, ഈ വർഷം ഇത്രയും ടഫായിട്ടുള്ളൊരു എക്സാം നടന്നിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇത് കിട്ടില്ല എന്തായാലും, കാരണം എനിക്ക് 4 പാടായിരുന്നു. ഈവൻ സ്പീക്കിംഗ് പോലും ഒന്നും നല്ല രീതിയിൽ പറയാൻ പറ്റുന്നില്ല, അങ്ങനത്തെ രീതിയിൽ. അപ്പോൾ ഹസ്ബൻഡ് പുറത്തിരുന്ന് എൻ്റെ ഓരോ മൊഡ്യൂളിൻ്റെ സമയത്തും പ്രതിഷേധ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ റിസൾട്ട് വന്നു. റിസൾട്ട് വരുന്നതിന് മുന്നേ ഞാൻ സ്വപ്നം കാണുവാണ്, ഞാൻ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് എൻ്റെ മദറിലോട്ട് അടുത്ത് ഈ റിസൾട്ട് പറയുന്നതായിട്ട്, ഫുള്ള് B കിട്ടി, പാസ്സായിന്ന്. അപ്പം മനസ്സിൽ ഭയങ്കര ടെൻഷൻ, വേദന. ഇവർക്ക് ആർക്കും അറിയത്തില്ല ഞാൻ ഈ OET എഴുതുന്ന കാര്യം. എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾക്ക് വളരെ പേഴ്സണലായിട്ട് മാത്രം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ റിസൾട്ട് വന്നു, എല്ലാത്തിനും B. എന്താ പറയുക, വളരെ ഞെട്ടിക്കുന്ന ഇതായിപ്പോയി. കാരണം ഒരിക്കലും C പോലും കിട്ടില്ലെന്ന് വിചാരിച്ച് അത്രയും ടഫായിരുന്ന കാര്യത്തിന് പരിശുദ്ധ അമ്മ B തന്ന്, എല്ലാത്തിനും B തന്ന് അനുഗ്രഹിച്ചു. പിന്നീടുള്ള ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ വളരെ എന്താ പറയുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം ക്രമീകരിച്ച് മാതാവ് കൂടെ നിന്ന് നടത്തി